കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രീ ഡിപ്പാച്ചർ കോഴ്സിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഈ വീഡിയോയിൽ അതിൻ്റെ മൊഡ്യൂൾസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ലിവിങ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻ മാൾട്ട എന്ന ടോപ്പിക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ആ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും നോക്കാം. ഹലോ, നമ്മളിന്ന് പറയാൻ പോണത് പ്രീ ഡിപ്പാച്ചറിൻ്റെ മാൻഡേറ്ററി മോഡ്യൂൾസിൻ്റെ ഫസ്റ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മോഡ്യൂളായ ലിവിങ് ആൻഡ് ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻ മാൾട്ടേനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാൾട്ട എന്ന് പറയുന്ന ഹെഡിങ്ങിലാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് മാൾട്ടേനെ പറ്റി ഉള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ്. എവിടെയാണ് മാൾട്ട സ്ഥിതി ചെയ്യുന്നത്, അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ പീപ്പിൾ, ലാംഗ്വേജസ്, കൾച്ചർ, പിന്നെ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ്, അവിടെ താമസിക്കുന്ന ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ്. സോ നമ്മൾ തുടങ്ങുന്നത് ഫസ്റ്റ്, മാൾട്ട എന്ന് പറയുന്ന കൺട്രി ഒരു ചെറിയൊരു കൺട്രിയാണ്. അത് മെഡിറ്ററേനിയൻ സീയിൽ ആണ് അത് സ്ഥിതി ചെയ്യുന്നത്. സൗത്ത് ഓഫ് മെഡിറ്ററേനിയൻ സീ, ക്ലോസ് ടു ഇറ്റലി ആണ്. അത് 90 കിലോമീറ്റേഴ്സ് സൗത്ത് ഓഫ് ദി ഐലൻഡ് വരുന്നതെന്ന് പറയുന്നത് സിസിലി എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ്. 3 മെയിൻ ഐലൻഡ്സ് ആണ് ഇതിൽ ക്ലോസ് ബൈ ആയിട്ട് ഉള്ളത്. വൺ ഇസ് മാൾട്ട, ഗോസോ ആൻഡ് കൊമീനോ. ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാലറ്റ ആണ് ക്യാപിറ്റൽ. മാൾട്ടയ്ക്ക് ഒരു വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ദാറ്റ് ഈസ് ഒത്തിരി ആൾക്കാർ അവിടെ റൂൾ ചെയ്തിട്ടുണ്ട് പാസ്റ്റിൽ. റോമൻസ്, അറബ്സ്, ബ്രിട്ടീഷ്, അങ്ങനെ ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് മാൾട്ട. മാൾട്ട യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഭാഗമാണ്. ഓൾമോസ്റ്റ് 5,70,000 ലിവ് ഇൻ മാൾട്ട. വളരെയധികം ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള വൺ ഓഫ് ദ കൺട്രീസ് ആണ് വേൾഡിൽ. മാൾട്ടയ്ക്ക് 2 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്, മാൾട്ടീസും ഇംഗ്ലീഷും. മിക്ക ആൾക്കാരും രണ്ടും സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ചിലർ സ്വിച്ച് ഓൺ ചെയ്യും, ഇംഗ്ലീഷും മാൾട്ടീസും രണ്ടും തമ്മിൽ അവരുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. നൗ ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ വളരെ എളുപ്പമായിട്ട് ഇവിടെ താമസിക്കാവുന്നതാണ്. ഒരു ഫ്യൂ മാൾട്ടീസ് വേർഡ്സ് ലൈക്ക് ബോൺജോർ, വിച്ച് മീൻസ് ഗുഡ് മോർണിംഗ്, ഇസ് റിയലി അപ്രിഷിയേറ്റഡ്. മിക്ക മാൾട്ടീസ് പീപ്പിളും റോമൻ കാത്തലിക്സ് ആണ്. അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ചേർച്ചസ് ആണ്. ചേർച്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ടൗണിലും വില്ലേജിലും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹബ്ബായിട്ട് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഈവൻസിന് വേണ്ടിയിട്ട്. ഒത്തിരി റിലീജിയസ് ഫെസ്റ്റ് ഇവിടെ ത്രൂ ഔട്ട് ദി ഇയർ ആഘോഷിക്കാറുണ്ട്. മാൾട്ടയ്ക്ക് ഒത്തിരി പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് മാൾട്ടയുടെ പബ്ലിക് ഹോളിഡേ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് 21 സെപ്റ്റംബർ ആണ്. മാൾട്ടയുടെ ഏറ്റവും കൂടുതൽ നാഷണൽ വാല്യൂസ് എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി സ്പിരിറ്റ് ആണ്. മാൾട്ട ഒരു മൾട്ടി കൾച്ചറൽ കൺട്രിയാണ്. പീപ്പിൾ ഫ്രം ആഫ്രിക്ക, ഏഷ്യ, സൗത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ് ആൻഡ് മെനി പാർട്സ് ഓഫ് ദി വേൾഡ് അവരിവിടെ വർക്ക് ചെയ്യാൻ വരും, എന്നിട്ട് ഇവിടെ താമസിക്കാറുണ്ട്. മൈഗ്രൻസ് വളരെയധികം ഈ ഏരിയയിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ഫീൽഡ് ഓഫ് കൺസ്ട്രക്ഷൻ, കെയർ വർക്ക്, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ മൈഗ്രൻസ് ഇവിടെ ഉണ്ട്. മിക്സ് ഓഫ് കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് കേൾക്കാൻ പറ്റും, പിന്നെ ഡിഫറെൻറ്റ് ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റും, പിന്നെ ഫെസ്റ്റിവൽസ്, ഡിഫറെൻറ്റ് പ്ലേസസിലെ ഫെസ്റ്റിവൽസും ഇവിടെ ആഘോഷിക്കാറുണ്ട്. അപ്പം മാൾട്ട എന്ന് പറയുന്നത് മൾട്ടി കൾച്ചറൽ കൺട്രി ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. പിന്നെ എല്ലാ കൾച്ചേഴ്സിനും വളരെയധികം റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു പ്ലേസാണ് മാൾട്ട. മാൾട്ടീസ് ആൾക്കാരെന്ന് പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആണ്. ന്യൂ കമേഴ്സിന് വളരെയധികം റെസ്പെക്റ്റും കൈൻഡ്നെസ്സും കൊടുക്കുന്ന ഒരു പീപ്പിളാണ് ഇവിടെ താമസിക്കുന്നത്. നൗ ഇവിടെ നമ്മൾ സെറ്റിൽ ചെയ്യുമ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കമ്മ്യൂണിറ്റി ആയിട്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് വെൽക്കം ടു മാൾട്ട. ഇനി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ ഒരു ഇൻഫർമേഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്.
ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 10 എണ്ണം ഉണ്ട്. അതിൽ 10 എണ്ണം കഴിയുമ്പോഴത്തേക്കിന് അസസ്മെൻ്റ് ഉണ്ട്. 80% ബിലോ അസസ്മെൻറ്റ് വരുവാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി അത് ട്രൈ ചെയ്യാവുന്നതാണ്. 80% അബവ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാവുന്നതാണ്. 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സും രണ്ടാമത്തേത് ട്രൂ ഓർ ഫാൾസും ആണ്. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയുന്നത് വേർ ഇസ് മാൾട്ട എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇൻ ദ പസഫിക് ഓഷ്യൻ, ഇൻ ദ മെഡിറ്ററേനിയൻ സീ, ഇൻ ദി അറ്റ്ലാന്റിക് ഓഷ്യൻ. നമ്മൾ ആൻസർ ചൂസ് ചെയ്യേണ്ടത് ഇൻ ദ മെഡിറ്ററേനിയൻ സീ എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി മെയിൻ ഐലൻഡ്സ് ഡസ് മാൾട്ട ഹാവ്? 1, 3, 2. The answer is 3. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ വാട്ട് ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് മാൾട്ട? ഓപ്ഷൻസ് വരുന്നത് കുമീനോ, വലറ്റ, ഗോസോ. ആൻസർ വലറ്റ ആണ്. ക്വസ്റ്റ്യൻ 4 എന്ന് പറയുന്നത് വാട്ട് ആർ ദ 2 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് മാൾട്ട? ഓപ്ഷൻസ് ഇറ്റാലിയൻ ആൻഡ് ഇംഗ്ലീഷ്, മാൾട്ടീസ് ആൻഡ് ഇംഗ്ലീഷ്, മാൾട്ടീസ് ആൻഡ് അറബിക്. ആൻസർ വരുന്നത് മാൾട്ടീസ് ആൻഡ് ഇംഗ്ലീഷ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് റിലീജിയൻ ഡു മോസ്റ്റ് മാൾട്ടീസ് പീപ്പിൾ ഫോളോ എന്നുള്ളതാണ്. അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ബുദ്ധിസം, റോമൻ കത്തോലിസം ആൻഡ് ഇസ്ലാം. ഇതിനകത്ത് ആൻസർ വരുന്നത് റോമൻ കാത്തലിസം ആണ്. സിക്സ് ക്വസ്റ്റ്യൻ ഇൻഡിപെൻഡൻസ് ഡേ ഇൻ മാൾട്ട ഇസ് ഓൺ. ഓപ്ഷൻസ് വരുന്നത് ജനുവരി 1st, 21st September, 15th August. ആൻസർ 21st September ആണ്. ക്വസ്റ്റ്യൻ 7 പീപ്പിൾ ഫ്രം അതർ കൺട്രീസ് ഇൻ മാൾട്ട വർക്ക് ഇൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യന് ഓപ്ഷൻസ് വരുന്നത് ഫിഷിംഗ് ഓൺലി, സ്പേസ് ട്രാവൽ, ഗുഡ് മോർണിംഗ്, കൺസ്ട്രക്ഷൻ ആൻഡ് കെയർ വർക്ക്. ഇതിൻ്റെ ആൻസർ കൺസ്ട്രക്ഷൻ ആൻഡ് കെയർ വർക്ക് എന്നാണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ Maltese people are known for. Options not helping others, being unfriendly, hospitality, being welcoming. ഇതിൽ ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹോസ്പിറ്റാലിറ്റി, ബീങ് വെൽക്കമിങ് ആണ് ഇതിൻ്റെ ആൻസർ. നയൻത് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് വൺ പോപ്പുലർ മാൾട്ടീസ് ഗ്രീറ്റിംഗ്? ഓപ്ഷൻസ് ബോൺജോ, ഹോള, ബോൺജു. ഈ 3 ഓപ്ഷൻസിൽ ബോൺജു എന്ന് പറയുന്നതാണ് ഇവിടെ ഓപ്ഷൻ, റൈറ്റ് ഓപ്ഷൻ വരുന്നത്. 10th ക്വസ്റ്റ്യൻ വരുന്നത് മാൾട്ട ഇസ് എ പാർട്ട് ഓഫ് സൗത്ത് അമേരിക്ക, ഏഷ്യ ആൻഡ് ദ യൂറോപ്യൻ യൂണിയൻ. ഇതിൽ ആൻസർ വരുന്നത് ദ യൂറോപ്യൻ യൂണിയൻ എന്നാണ്. സോ വി ഫിനിഷ് വിത്ത് ദ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓഫ് 10 questions. The next is the true or false questions. First question, Malta is south of Italy. True. Question 2, Malta has only one language. False. Question 3, many important groups ruled Malta in the past. True. Fourth question, you will see many churches in Malta. True. Malta has no public holidays. False. Many migrants live and work in Malta. Respect for all cultures is important in Malta. True. Valletta is not the capital of Malta. Adu false aanu. Malta is a multicultural country. True. Learning a few Maltese words is appreciated. True ആണ് ആൻസർ. സോ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഈ 10 ക്വസ്റ്റ്യൻസിന് നമുക്ക് 80% അബവ് അസസ്മെൻറ്റ് വേണം. ഇല്ലെങ്കിൽ നമുക്ക് റീട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റീട്രൈ ചെയ്യാം. പക്ഷേ സ്കോർ 80% അബവ് വേണം. ഇൻട്രൊഡക്ഷൻ ടു മാൾട്ട എന്ന ടോപ്പിക്ക് അവസാനിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Create your future with Captain Hobbs.